ലൈംഗിക അപവാദ ആരോപണങ്ങളുടെ തീച്ചുളയിൽപ്പെട്ട് പാർട്ടിയിലെ അംഗത്വവും ഭാരവാഹിത്വവും നഷ്ടപ്പെട്ട വ്യക്തിയാണ് പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടം. രാഹുലിനെതിരെ പേരു പറയാതെ നടിയായ റിനി ആൻ ഉന്നയിച്ച ആരോപണങ്ങളുടെയും പിന്നാലെ തന്നെ രാഹുലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സാഹിത്യകാരിയായ ഹണി ഭാസ്കർ ഉന്നയിച്ച ആരോപണങ്ങളുടെയും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില ചാറ്റ് സ്ക്രീൻഷോട്ടുകളുടെയും ശബ്ദരേഖകളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ കോൺഗ്രസ് പാർട്ടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. രാഹുലിനെതിരെ പാർട്ടിക്കുള്ളിൽ ഏറ്റവും കടുത്ത നിലപാട് കൈക്കൊണ്ടത് പ്രതിപക്ഷ നേതാവായ VD സതീശനായിരുന്നു. അതിനാൽ തന്നെ ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും സൈബർ അറ്റാക്കുകൾ സജീവമാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇനി നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുവാൻ 6 മാസത്തിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. അതിനാൽ തന്നെ കൃത്യമായ കരുനീക്കങ്ങൾ നടത്തി കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരികെ വരുവാനും സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുവാനുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം അകറ്റി നിർത്തപ്പെടും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും അനുയായികളും ഇത്തരത്തിലുള്ള കരുനീക്കങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്ന് ഏകദേശം 1.5 മാസം പിന്നിട്ടപ്പോഴാണ് തൻ്റെ സ്വദേശമായ അടൂരിൽ നിന്ന് സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് രാഹുൽ എത്തുന്നത്. പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ത്രീകളുടെയും യുവാക്കളുടെയും വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുകയുണ്ടായി. ഈ പിന്തുണ കണ്ട് ഭയന്ന് തന്നെയാണ് CPM-ഉം DYFI-യും യുവമോർച്ചയും BJP-യുമെല്ലാം രാഹുലിനെ വഴിയിൽ തടയുമെന്ന പ്രഖ്യാപനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയത്. ഇതിന് തൊട്ടു പിന്നാലെ പാലക്കാട് മണ്ഡലത്തിലെ സർക്കാർ ഇതര പൊതുപരിപാടികളിൽ രാഹുൽ സജീവ സാന്നിധ്യമായി മാറുകയും അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ് പൂർവാധികം ശക്തിയോടെ ഭംഗിയായി പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തു. പ്രാദേശിക തലത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിരവധി ചരടുവലികൾ രാഹുൽ മാങ്കൂട്ടം നടത്തുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും വലിയ രീതിയിലുള്ള പിന്തുണ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടം ആസ്വദിക്കുന്നുണ്ട് എന്നതുമാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയായത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം BJP പ്രതിനിധിയായ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ വേദി പങ്കിട്ടതാണ്. രാഹുലിനൊപ്പം ഒരു റാലിയിൽ പങ്കെടുക്കുകയും നഗരസഭയുടെ ഒരു പരിപാടിയിൽ അവർ വേദി പങ്കിടുകയും ചെയ്തു. ഇതിനെതിരെ BJP നേതാവ് പ്രശാന്ത് ശിവൻ ഗുരുതരമായ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വന്നെങ്കിലും BJP സംസ്ഥാന നേതൃത്വം ഈ വിവാദം ആളിക്കത്തിക്കുവാൻ ബോധപൂർവം ശ്രമിക്കാതിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് CPM-നെ പ്രതിരോധത്തിലാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം മന്ത്രി V ശിവൻകുട്ടിയും പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു മന്ത്രിയായ MP രാജേഷും കലോത്സവ വേദിയിൽ വേദി പങ്കിട്ടതാണ്. CPM-ന്റെ പ്രമുഖ നേതാക്കളായ മന്ത്രിമാർ തന്നെ രാഹുലിനൊപ്പം വേദി പങ്കിട്ടതോടെ CPM ആരോപണങ്ങളുടെയും ബഹിഷ്കരണ ആരോപണങ്ങളുടെ മുനയൊടുകയും ചെയ്തു എന്നതാണ് വസ്തുത. ഏതൊക്കെയാണെങ്കിലും ഈ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ കൃത്യമായ പദ്ധതിയൊരുക്കി തനിക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിന് രാഹുൽ കൃത്യമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. MLA ആയതിനു ശേഷം ഭവനരഹിതർക്കായി രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രമായി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സ്മൈൽ ഭവന പദ്ധതി എന്ന് പറയുന്നത്. സർക്കാർ ധനസഹായം സ്വീകരിക്കാതെ ഇന്റൽ മണി എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഭവനരഹിതർക്കായി വീടൊരുക്കുന്ന സ്മൈൽ പദ്ധതി രാഹുൽ മാങ്കൂട്ടം ആസൂത്രണം ചെയ്തത്. സ്മൈൽ പദ്ധതി പ്രകാരമുള്ള ആദ്യ വീടിന് തറക്കല്ലിടുവാൻ അദ്ദേഹം എത്തിച്ചത് സിനിമാ മേഖലയിൽ നിന്നുള്ള തൻ്റെ സുഹൃത്തായ യുവനടൻ ആസിഫ് അലിയെയാണ്. വിവാദങ്ങൾക്ക് ശേഷം മണ്ഡലത്തിൽ മടങ്ങിയെത്തിയ രാഹുൽ മാങ്കൂട്ടം ബോധപൂർവം ഈ സ്മൈൽ പദ്ധതിയുടെ തറക്കല്ലിടൽ പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നത് പ്രമുഖ ചലച്ചിത്ര നടിമാരെയാണ് എന്ന വസ്തുത നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. രാഹുൽ തൻ്റെ 7ാമത്തെ സ്മൈൽ പദ്ധതി പ്രകാരമുള്ള വീടിന് തറക്കല്ലിടുവാൻ എത്തിച്ചത് അമ്പിളി എന്ന ഒറ്റ സിനിമയിലൂടെ മലയാള പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ അന്യഭാഷകളിലടക്കം പ്രമുഖ ചിത്രങ്ങളിൽ നായികാസ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള നടി തൻവീർ റാമിനെയാണ്. നടി തൻവീർ റാമും രാഹുലിനുമൊപ്പമുള്ള വീഡിയോകളും ഫോട്ടോകളും പുറത്തു വന്നതോടെ അവർക്കിടയിലെ കെമിസ്ട്രിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയും ചെയ്തു. അത്രമാത്രം അവർക്കിടയിലുള്ള സൗഹാർദ്ദത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നതായിരുന്നു ഇവർ ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളും വീഡിയോകളുമെല്ലാം. 7ാമത്തെ വീടിന് തറക്കല്ലിടുവാൻ നടി തൻവീർ റാമിനെ എത്തിച്ചപ്പോൾ 8ാമത്തെ വീടിൻ്റെ തറക്കല്ലിടുവാൻ രാഹുൽ മാങ്കൂട്ടം എത്തിച്ചത് ഡയമണ്ട് നെക്ലസിലൂടെ ആദ്യമായി സിനിമയിലെത്തി പിന്നീട് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നായിക നടി അനുശ്രീയെയാണ്. അനുശ്രീയുടെ വരവിന് പാലക്കാടിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ ഏറെ പ്രാധാന്യമുണ്ട്.
അനുശ്രീയുടെ രാഷ്ട്രീയവും പാലക്കാടിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പ്രാധാന്യം. നമുക്കറിയാം, എല്ലാ കാലത്തും പ്രത്യക്ഷമായ സംഘപരിവാർ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു നടി കൂടിയാണ് അനുശ്രീ. അനുശ്രീ ഒരുപക്ഷെ BJPക്ക് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതകൾ വരെ നിരവധി ഓൺലൈൻ യൂട്യൂബ് വാർത്താ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പാലക്കാടിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJPക്ക് ഏറെ വളക്കൂറുള്ള ഒരു രാഷ്ട്രീയമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിയമം കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ള അവരുടെ A കാറ്റഗറി മണ്ഡലമാണ് പാലക്കാട്. 2021 നടന്ന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ ശ്രീധരനെ മത്സര രംഗത്തിറക്കി BJP ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും കപ്പിനും ചുണ്ടിനുമിടയിൽ അവർക്ക് MLA സ്ഥാനം നഷ്ടമാകുകയായിരുന്നു. ഷാഫി പറമ്പിലാണ് അന്ന് 3000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചു കയറിയത്. അതിനാൽ തന്നെ പാലക്കാട്ട് ഷാഫി MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം, സ്ഥാനാർത്ഥിയായിട്ടുള്ള സാന്നിധ്യം ഒരു ഗെയിം ചേഞ്ചറായി മാറുകയും BJP 15,000-ലധികം വോട്ടുകൾക്ക് ഇവിടെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ രാഹുലിനെതിരെ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടുമായി ബന്ധപ്പെട്ട് BJPക്ക് ഏറെ പ്രതീക്ഷകളാണുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ BJPയോട് ആഭിമുഖ്യമുള്ള സംഘപരിവാർ ആഭിമുഖ്യമുള്ള നടി അനുശ്രീ രാഹുൽ സംഘടിപ്പിച്ച ഭവന നിർമ്മാണ പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങിന് വിശിഷ്ടാതിഥിയായി എത്തുകയും രാഹുലിനൊപ്പം വേദി പങ്കിടുകയും രാഹുലിനെ ആലിംഗനം ചെയ്യുകയും രാഹുലിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തത് BJPയെ സംബന്ധിച്ച് മുഖത്ത് ഏറ്റ അടി പോലെയാണെന്നുള്ളതാണ് വസ്തുത. ഇവിടെ CPMനും BJPക്കും മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം മറുപടി പറയുന്നത്. നമുക്കറിയാമല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ താരതമ്യേന അപ്രശസ്തയായ ഒരു നടിയായ റിനി ആനാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് സാഹിത്യകാരിയായ ഹണി ഭാസ്കർ ഇത് ഏറ്റെടുത്തു. രാഹുൽ പീഡനത്തിനിരയാക്കിയ യുവതിയെ നേരിൽ കണ്ടു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടി വനിതാ മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മയും രംഗത്തെത്തി. ഒരു പരിധിവരെ ഈ 3 സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ സജീവമായത് എന്ന് വേണമെങ്കിലും പറയാം. ഇത്തരത്തിൽ 3 സ്ത്രീകളെ മുന്നിൽ നിർത്തി തനിക്കെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ രാഹുൽ തിരിച്ചടി നൽകുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മലയാളികൾക്കിടയിൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ള പ്രേക്ഷക അംഗീകാരമുള്ള പ്രമുഖ നടികളെ തന്നെ തനിക്കൊപ്പം വേദിയിലെത്തിച്ച് തന്നെ എൻഡോസ് ചെയ്യുന്ന രാഹുലിൻ്റെ മധുര പ്രതികാരമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. തനിക്കൊപ്പം ഇവരെ വേദിയിലെത്തിച്ചുകൊണ്ട് രാഹുൽ പുതുതലമുറയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തനിക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയും വീട്ടമ്മമാരുടെയും എല്ലാം വലിയ രീതിയിലുള്ള പിന്തുണയുണ്ട്, എല്ലാത്തിലും ഉപരിയായി മലയാളി സമൂഹം തന്നെ ചേർത്ത് നിർത്തുന്നു എന്നതാണ്. രാഹുലിനൊപ്പം ഈ നടിമാർ വേദി പങ്കിടുവാൻ മടി കാണിക്കാത്തത്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നടിമാർ രാഹുലിനൊപ്പം വേദി പങ്കിടുന്നത് തന്നെ അദ്ദേഹത്തിനുള്ള ഒരു എൻഡോഴ്സ്മെൻ്റായി ചിത്രീകരിക്കപ്പെടും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്തരത്തിൽ നടിമാരെ മുന്നിൽ നിർത്തി, പ്രമുഖ നടിമാരെ തന്നെ മുന്നിൽ നിർത്തി തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ഗൂഢാലോചനയ്ക്ക് തിരിച്ചടി നൽകുന്ന രാഹുൽ തന്ത്രം കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സ്വാധീനം ചെലുത്തും എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ രാഹുൽ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുമെന്ന കാര്യത്തിലും 2026 പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ ജനവിധി തേടുമെന്ന കാര്യത്തിലും തർക്കമില്ല. പാലക്കാട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ഒരു താരപ്രചാരകനായി രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് മികച്ച ഒരു പ്രകടനം ആവർത്തിക്കുവാൻ കൂടി കഴിഞ്ഞാൽ ഉറപ്പായും രാഹുൽ കോൺഗ്രസിലേക്ക് തിരികെ എത്തും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തീർച്ചയായും സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥിയായാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു വരുവാനുള്ള സാധ്യതകളും ശക്തമാണ്. അങ്ങനെ പോയ പ്രതാപം തിരികെ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം തിരികെ വരുവാൻ ശ്രമിക്കുമ്പോൾ അതിന് പ്രധാന പാർശ്വവർത്തികളായി പ്രവർത്തിക്കുന്നത് ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ നായികാ നടിമാരാണ് എന്ന വിവരം പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ കരുനീക്കങ്ങളുടെ വിശദാംശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.